ഇരുട്ടിനെ പേടിയുള്ളത് അഖിലിന്. അവൻ കുളിക്കാൻ പോകുമ്പോഴെങ്കിലും നിനക്കൊന്ന് അടുത്ത് നിന്നൂടെ? അതിനൊക്കെ ഇവക്ക് എവിടെയാ നേരം? ഇവള് ഏത് നേരവും ഇവളുടെ തോന്നിയ അസ്ത്രം നടക്കല്ലേ? അവളെ ഇങ്ങനെ ശകാരിക്കില്ലമ്മേ, അതിനൊന്നും പറ്റിയില്ലല്ലോ. പറ്റിയിരുന്നെങ്കിലോ? അഖിലിനെ നോക്കാനല്ലേ ഇവളെ കെട്ടിയെടുത്തിരിക്കുന്നേ. ഐശ്വര്യ, ശ്യാമയോട് എന്തെങ്കിലും പറയാൻ അധികാരമുള്ള 3 പേരുണ്ട് ഇവിടെ. അതിൽ അഖില് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും. അവർ പറഞ്ഞോളും. നിന്റെ അഭിപ്രായമൊന്നും ഇവിടെ ആരും ചോദിച്ചില്ല. മിണ്ടാതെന്നോളാം. ഐശ്വര്യ പറഞ്ഞത് ശരിയല്ലേടാ. മുമ്പും ഇതുപോലെ ഉണ്ടായതല്ലേ? അന്ന് എല്ലാവരും ഓർമ്മിപ്പിച്ചതാ ഇനി ഇതുപോലെ ഉണ്ടാവരുതെന്ന്. കല്യാണം കഴിക്കുന്നതിന് മുന്നേ അഖിക്ക് ഒരാപത്തും വരാതെ അവന്റെ കൂട്ടുകാരൻ മൈക്കിൾ നോക്കിയിരുന്നല്ലോ ഇവനെ. ആ ഒരു ശ്രദ്ധ പോലും ഇവള് കാണിക്കാത്ത എന്താ? അമ്മേ, ശ്യാമ ആ സമയത്ത് എന്റെ കൂടെ അടുക്കളയിൽ ജോലി ചെയ്യായിരുന്നു. അടുക്കളയിൽ അമൃതയെടുത്തെ സഹായിക്കാൻ ശ്യാമയെ പറഞ്ഞയച്ചത് ഞാനമ്മേ. ഒരു ശ്രദ്ധക്കുറവ് പറ്റിപ്പോയി ശ്യാമയ്ക്ക്. ഇതൊന്നും മനഃപൂർവ്വമല്ലല്ലോ. മോളെ, ഇനി മുതൽ എന്ന് സന്ധ്യ കഴിഞ്ഞാൽ മോൾ അഖിലിനെ ഒറ്റയ്ക്ക് വിടരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയാൽ മതി. ശരി അച്ഛാ. പക്ഷെ ഈ മുറിയിൽ മറ്റാരോ കയറിയിട്ടുണ്ട്. ബാത്റൂമിന്റെ വാതില് പുറത്തുനിന്ന് കുറ്റിയിട്ട നിലയിലായിരുന്നു. പിന്നെ ഈ മുറിക്കകത്ത് രാത്രി ആര് കയറാനാ? നിനക്ക് വെറുതെ തോന്നിയതാവും. നീ ഏറ്റ കാര്യം ആദ്യം നിർവഹിക്കും. അതിന് ചെയ്യാനുള്ള എന്താന്ന് വെച്ചാ ചെയ്യ. അഖിയുടെ ഇരുട്ടിനോടുള്ള പേടി നീ മാറ്റണമെന്നാ എന്റെ അമ്മയുടെ കർശനമായ നിർദ്ദേശം. എന്നാലേ നീ ആനന്ദ നിലയത്തിലെ മരുമകളാകുന്ന അമ്മ പറഞ്ഞിരിക്കുന്നത്. അക്കാര്യം നീ എന്താ ചെയ്യാത്തെ? മറന്നുപോയോ? മറന്നിട്ടില്ല. അതെന്റെ ജീവിത ലക്ഷ്യം അമ്മേ. അഖിൽ സാറിന്റെ ഇരുട്ടിനോടുള്ള പേടി ഞാൻ മാറ്റിയിരിക്കും. ഇവന്റെ ആ പേടി മാറ്റിയില്ലെങ്കിൽ നീ മറ്റൊരു കാര്യത്തിൽ പേടിക്കേണ്ടി വരും. നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും. അത്ര തന്നെ. അമ്മേ, മതി. അച്ഛാ, സാരമില്ല മോളെ. ദൈവമേ, ഒന്നുമില്ല ശ്യാമേ, ഒന്നുമില്ല. പേടി അങ്ങോട്ട് മാറിയില്ലല്ലേ? മാറി വരുന്നു. പിന്നെന്താ ഒരു ടെൻഷൻ പോലെ? അതല്ല, എന്റെ മാനസിക പ്രശ്നം കാരണം ശ്യാമ അമ്മയുടെ വഴക്ക് കേട്ടില്ലേ? അതിനെന്തിനാ ടെൻഷൻ? വഴക്ക് പറഞ്ഞത് നമ്മുടെ അമ്മയല്ലേ? അമ്മയാണ്. എനിക്ക് എന്റെ അമ്മയെ ജീവനാ. പക്ഷെ ആരായാലും തന്നെ വഴക്ക് പറയുമ്പോ എന്റെ ഹൃദയത്തിലേക്ക്
സൂചി കുത്തിക്കേറുന്ന പോലെ വേദനയാ. അഖിൽ സാറിന് ഞാൻ പ്രാണന, അത് അങ്ങനെയൊക്കെ തോന്നുന്നത്. അത് സത്യം തന്നെയാ. താൻ എനിക്ക് എന്റെ ജീവനാ. എന്താ സർ? കറണ്ട് പോയപ്പോൾ ഉള്ള ആ നിമിഷം പിന്നെയും പിന്നെയും മനസ്സിലേക്ക് ഓടി വരിക. എന്തൊരു ദുർവിധിയല്ലേ. ഒന്നുമില്ല സർ, സാർ ഇത് മറക്കാൻ ശ്രമിക്കുക. എന്നാലും ബാത്റൂമിന്റെ വാതിൽ ഞാൻ അകത്തുനിന്നും വലിച്ചു തുറക്കാൻ ശ്രമിച്ചതാ. പക്ഷേ പുറത്തുനിന്നും കുത്തിയിട്ടതുപോലെ. ആ, അത് ശരിയാ സർ. ആരോ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കായിരുന്നു. ഐശ്വര്യടുത്തി ഒടുവില് അകത്ത് കയറി വേലവെപ്പും തുടങ്ങിയോ? ഹേയ്, അതിനുള്ള കറേജ് ഒന്നും അവർക്കില്ല. എനിക്കെതിരെ എന്തേലും ചെയ്തെന്നറിഞ്ഞാ അമ്മ ഐശ്വര്യടുത്തി അടിച്ച് പുറത്താക്കും. ശ്യാമേ, സർ, ഉറക്കം വരുന്നില്ല ശ്യാമേ. ഞാൻ തൻ്റെ ഒപ്പം താഴെ കിടന്നോട്ടെ? അതിനെന്താ, താഴെ കിടന്നോളൂ. ഉറങ്ങാൻ ശ്രമിച്ചിട്ട് പറ്റാത്തോണ്ടാ. ഇടയ്ക്കിടയ്ക്ക് അറിയാതെ ഞെട്ടുന്നു. ഇനിയിപ്പോ സാർ പേടിക്കണ്ട, ഞാൻ അടുത്ത് തന്നെ ഉണ്ടല്ലോ. സാർ കിടന്നോ. ഇനിയും പേടി മാറുന്നില്ലേ? ആ, പേടി മാറുന്നില്ലെങ്കിലേ ആലത്തൂർ ഹനുമാനെ പ്രാർത്ഥിച്ചാ മതി. അതെങ്ങനെയാ? എന്റെ ആലത്തൂർ ഹനുമാനെ, പേടി സ്വപ്നം കാണല്ലേ. പേടി സ്വപ്നം കണ്ട വാലുകൊണ്ട് അടിച്ചെന്നെ ഉണർത്തണമേ. താനാള് കൊള്ളാനോടോ ശ്യാമേ. ഈ കൊച്ചു പിള്ളേരെ ഉറക്കുന്ന പോലെ അങ്ങനെയാണ് എന്നെ ഉറക്കുന്നത്. നല്ലൊരു ദിവസം എന്റെ ഈ പേടി കാരണം എല്ലാവരും വിഷമിച്ചു. അങ്ങനെയൊന്നും പറയരുത് സർ. അല്ല, ഈ പേടി നമുക്ക് മാറ്റണ്ടേ? ആ, അമ്മയോട് താൻ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, എന്റെ പേടി മാറ്റുമെന്ന്. താൻ എങ്ങനെയാ എന്റെ പേടി മാറ്റാൻ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ ഉണ്ട്. ഞാനേ കണ്ണനോട് പ്രാർത്ഥിക്കും. ഭഗവാൻ എനിക്കതിന് വഴി കാണിച്ചു തരും. പേടി മാറിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ശ്യാമ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നാ മതി. ഞാൻ ഏത് നേരം കൂടെ തന്നെ ഉണ്ടല്ലോ. പിന്നെ ഈ പേടി സാറിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്, അത് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് കണ്ണന്റെ അനുഗ്രഹത്തോടെ നമ്മൾ ഒരുമിച്ച് ശ്രമിച്ച സാറിന്റെ പേടി മാറ്റാം. സാർ നോക്കോ. എനിക്ക് തന്നോടുള്ളത് പ്രണയമാണോ അതോ സഹതാപമാണോ? ഒരു പിടിയും കിട്ടുന്നില്ല. ഏതായാലും എനിക്ക് സാറിനോടുള്ളത് ആദരവോടുള്ള സ്നേഹവും മാത്രം. അല്ല, എന്താ ഈ പ്രണയം? പ്രണയത്തെക്കുറിച്ച് ഞാനൊരു കവിത വായിച്ചിട്ടുണ്ട്. വസന്തം വാഗമരത്തിൽ വന്ന് ഉമ്മ വയ്ക്കുമ്പോൾ വിരിയുന്ന പൂക്കളാണ് പ്രണയം.
സാറേ, ഒന്നിങ്ങോട്ട് വരാമോ? ആ എന്താ സാറേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതാ വിളിച്ചേ. എന്താ പറഞ്ഞോളൂ. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? മടിക്കാതെ പറഞ്ഞോളൂ. അല്ല, ആവശ്യമൊന്നുമില്ല സാറേ. വേറൊരു വിഷയം. ഉണ്ടായ കാര്യം പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഞാനിവിടുത്തെ സെക്യൂരിറ്റി അല്ലേ. അല്ല, ഈ ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാ? അത് ഇന്നലെ രാത്രി കറണ്ട് പോയില്ലേ? ആ, കറണ്ട് പോയിരുന്നു. ഞാനാണിത് പറഞ്ഞെന്ന് ആ കുട്ടി ഒരിക്കലും അറിയരുത്. അല്ല, എന്താ കാര്യമൊന്ന് വ്യക്തമായിട്ട് പറയേ. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് ആ കറണ്ട് കളഞ്ഞത് ഐശ്വര്യ മേഡം ആയിരുന്നു. ആദ്യം ഞാനൊന്ന് അമ്പരന്ന് നിന്നുപോയി. പിന്നെ ഓർത്തത് അഖിൽ സാറിന് ഇരുട്ടിനെ പേടിയാണല്ലോ എന്ന്. അതുകൊണ്ട് ഞാനാ പോയി മെയിൻ സ്വിച്ച് ഓണാക്കിയത്. താങ്ക് യു അങ്കിൾ. സെക്യൂരിറ്റി ആയതുകൊണ്ട് കണ്ടതുപോലെ പറഞ്ഞില്ലെങ്കിൽ ശരിയായില്ല. അതാ ഞാനിത് പറഞ്ഞത്. എന്തായാലും പറഞ്ഞതിൽ സന്തോഷം. ഇപ്പൊ പൊക്കോളൂ. ശരി സാറേ. എന്താടാ? ഇന്നലെ അഖില് ബാത്റൂമിൽ നിൽക്കുമ്പോ ഇവിടെ കറണ്ട് ഓഫാക്കിയത് ആരാ നേട്ടം അറിയാവോ? ആര്? എന്റെ ഭാര്യ ഐശ്വര്യ. ക്ഷമിക്കുന്തോറും അവള് തലയിലേക്ക് കയറുക. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലേട്ടാ. ഏയ് എടാ, ഏട്ടാ നിക്ക്. വേണ്ട ഏട്ടാ, വിട്ടെ. എടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഏട്ടാ, ഏട്ടന്റെ ശാന്തി മന്ത്രമൊന്നും ഇതിനകത്ത് പറ്റില്ല ഏട്ടാ. എനിക്കിനി ക്ഷമിക്കാൻ വയ്യ. മോനെ, ഇതൊരു വിഷയമായിട്ട് എടുക്കരുത്. കാര്യങ്ങൾ കൈവിട്ടു പോകും. കൈ കൊണ്ട് കരണത്തൊന്ന് കിട്ടിയാലേ ഇത് ശരിയാവും ഏട്ടാ. അഖിലിനെ പേടിപ്പിക്കാനാണ് ഐശ്വര്യ ഇത് ചെയ്തതെന്ന് അമ്മ അറിഞ്ഞ ഐശ്വര്യയോട് അമ്മ ക്ഷമിക്കില്ല. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ ഗുരുതരമാവും. ഐശ്വര്യയുടെ കാര്യത്തിൽ അമ്മ ഒരു അന്തിമ തീരുമാനം എടുക്കും. അച്ഛൻ അതിനെ പിന്താങ്ങുകയും ചെയ്യും. അതോടെ ഐശ്വര്യ പുറത്തേക്കും പോകും. നിന്റെ മനസ്സ് ഏട്ടന് വായിക്കാൻ കഴിയുന്നുണ്ട്. നീ വിഷമിക്കാതെ. എങ്ങനെയും ഐശ്വര്യ നീ ഒന്ന് തിരുത്താൻ ശ്രമിക്കേ. തൽക്കാലം അതേ മാർഗമുള്ളൂ. വന്നു ചേരുന്ന പ്രതിസന്ധികൾ തരണം ചെയ്തേ പറ്റൂ. നീ സമാധാനമായിട്ട് എൻ്റെ കൂടെ വാ. വാ. മമ്മി, മമ്മി, ദേ ഇത് കണ്ടോ? എന്താ ഇത്? അന്ന് റെക്കോർഡ് ചെയ്ത പാട്ടല്ലേ? ആ, അത് തന്നെ മമ്മി. ആ വിവേക് ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. ഇങ്ങ് തന്നെ നോക്കട്ടെ. ആഹാ, ഇത് ഒരുപാട് പേര് കണ്ടല്ലോ മോളെ. നോക്കട്ടെ, കമന്റ് ഒക്കെ നോക്കട്ടെ. അയ്യോ, ഒരുപാട് കമന്റ്സ് ഉണ്ടല്ലോ. വിസ്മയ ഒരു അനുഗ്രഹീത കലാകാരിയാണ്. പല ഭാഗങ്ങളിലും വിവേകിനേക്കാൾ മുകളിൽ നിൽക്കുന്ന പ്രകടനം. അയ്യോ, നമുക്ക് പുതിയൊരു ഗായികയെ കൂടി ലഭിച്ചത്. സിനിമയിൽ അവസരങ്ങൾ കിട്ടട്ടെ. എനിക്ക് വയ്യ. ഒരു പാട്ട് കൊണ്ട് തന്നെ ഇത്രയും ആരാധകരോ? മോളെ വിവേകാണ്. ഹലോ ഹലോ അരുന്ധതി മാം, പാട്ട് കേട്ടിരുന്നോ? ആ, കേട്ടു. വളരെ നന്നായിരിക്കുന്നു. അതെ മാം, എല്ലാവരും നല്ല അഭിപ്രായ പറയുന്നത്. അത്യാവശ്യം വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട്. കമന്റുകൾ മുഴുവനും വിസ്മയെക്കുറിച്ചാ. ഞാൻ അത് പറയാൻ തന്നെയാ വിളിച്ചത്. വിസ്മയോട് കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞേക്കൂ. ഞാൻ പറയാം വിവേക്. അവള് പിന്നെ ഈ അഭിനന്ദനങ്ങളൊന്നും കൂസാത്ത കൂട്ടത്തില. ആ, അതെനിക്ക് തോന്നി.
അപാരമായ കഴിവുള്ളവരൊക്കെ അങ്ങനെയാണല്ലോ. ആ അതുപോലെ മാം, എന്റെ പാരന്റ്സ് ഡിസംബറിൽ തന്നെ US നിന്ന് വരുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. എന്റെ കല്യാണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് അവർ വരുന്നത്. യെസ് വിവേക്, അതേതായാലും നന്നായി. അവര് വരുന്ന മാസം തന്നെ കഴിയുമെങ്കിൽ വിവാഹം നമുക്ക് അങ്ങ് നടത്താം. ഓക്കെ മാം, അങ്ങനെ തന്നെ ആവട്ടെ. ഓക്കെ വിവേക്, ഓക്കെ. എന്തായാലും കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ ഇവിടം വരെയൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയുള്ള ഓരോ ചുവടും സൂക്ഷിച്ചു വെക്കണം. നീ ശ്രദ്ധിക്കുന്നോ വല്ലതും? ആ ശ്യാമയെ പൂർണ്ണമായും ലോക്കാക്കണം. അവൾ ഇനി മുതൽ നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ. അവളെ കൂട്ടിലിട്ട് വളർത്താൻ ഒരു നല്ല പ്ലാൻ തയ്യാറാക്കണം. കല്യാണം കഴിഞ്ഞാ പിന്നെ വിവേക് നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കാൻ പറയണം. എനിക്ക് മമ്മിയെ വിട്ട് നിൽക്കാൻ പറ്റില്ല. നിന്നെ കല്യാണം കഴിക്കുന്നതോടെ വിവേക് നമ്മുടെ അടിമയായി മാറുമല്ലോ. അവനും പിന്നെ നമ്മുടെ കാൽ കീഴിൽ കിടന്നോളും. ഹലോ ശ്യാമ മാഡം, നീ എന്താ എന്നെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിലങ്ങ് നടക്കുന്നേ? എന്താ മാഡം? നീ ശ്രദ്ധിക്കില്ലല്ലോ. നിന്റെ ശ്രദ്ധ ഇപ്പൊ മുഴുവനും അഖിലല്ലേ. ഒരു കഴുകനെ പോലെ നിന്റെ പിന്നാലെ ഞാൻ ചിറകടിച്ചു വന്നൊന്നുമല്ല, നീ പേടിക്കണ്ട. അതെ, എന്റെ കാര്യത്തിൽ നീ ഐശ്വര്യമുള്ളവള് തന്നെയാ. കാരണം ഞാൻ എപ്പം നിന്നെ റാഞ്ചാൻ പദ്ധതിയിട്ടാലും അപ്പം നീ എന്റെ മുമ്പിൽ വന്ന് ചാടും. എന്തൊരു അത്ഭുതം അല്ലേ? എന്താ മാഡം? നീ ഇങ്ങനെ പേടിച്ചരണ്ട് ഒരു മാൻകിടാവിനെ പോലെ നിൽക്കൊന്നും വേണ്ട. ഇപ്പം ഞാൻ നിന്നെ തല്ലുകയോ തരാനുള്ള കാശ് തന്നേ പറ്റൂന്ന് പറയുകയോ അതിന്റെ പേരിൽ അസഭ്യം പറഞ്ഞ് അഭിഷേകം ചെയ്യുകയൊന്നുമില്ല. നമുക്ക് സന്തോഷത്തോടെ ഒരു കാര്യം പറഞ്ഞിട്ട് സന്തോഷത്തോടെ നമുക്ക് അന്യോന്യം പിരിയാം. മാഡം പറയൂ. നീ വിസ്മയക്ക് വേണ്ടി റെക്കോർഡ് ചെയ്ത പാട്ട് കേറി അങ്ങ് വൈറലായിക്കൊണ്ടിരിക്കുക. വിസ്മയ ഇപ്പൊ ലോകം അറിയപ്പെടുന്ന ഗായികയായി തീർന്നിരിക്കുക. അല്ല, നീ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നീ രൂപ 10 ലക്ഷം മേടിച്ചിരിക്കുന്നേ. അതിന്റെ പലിശയായിട്ട് കരുതിയാ മതി. ആ, പറയാൻ വന്നത് അതല്ല. പാട്ടും വൈറൽ, വിസ്മയും വിവേകം തമ്മിലുള്ള കല്യാണവും അടുത്തു. നീ ഇനി ഞങ്ങളോടൊപ്പമാ എപ്പോഴും ഉണ്ടാവേണ്ടത്. ദേ, വിളിച്ചു പുറകെ നടക്കാൻ ഇടവരുത്തിയേക്കരുത്, കൂടെ ഉണ്ടാവണം. അയ്യോ മാഡം, അത് ഞാൻ നോ 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 ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് കേൾക്കുക, അനുസരിക്കുക.